ഹായ് ഹലോ നമസ്കാരം. അങ്ങനെ ഞാൻ കാർത്തിക് സൂര്യയുടെ റിസപ്ഷന് പോകുന്ന വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ മേടിച്ച് അതൊക്കെ നൈറ്റ് ഇരുന്ന് ഞാൻ പാക്ക് ചെയ്തു കേട്ടോ. ഒരു 10-12 ആയി. ഇതൊക്കെ ഒട്ടിച്ച് പൂവൊക്കെ വെച്ച് സെറ്റാക്കി. അപ്പോൾ പിറ്റേ ദിവസം ജോയിയുടെ എൻഗേജ്മെൻറ്റും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പിന്നെ തിരുവനന്തപുരത്തിന് പോകാൻ. അങ്ങനെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നിധിക്കുട്ടിയുടെ കൂടെ കേട്ടോ അങ്ങോട്ട് പോയത്. അപ്പോൾ അവർ വെഞ്ഞാറമൂട് ഇറക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്ന വഴിക്ക് വെച്ച് കൊട്ടാരക്കര വെച്ച് ഞാൻ ആൻസിയെ അവിടെ നിന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അറിയാതെ ഒരുമിച്ചുള്ള കളറൊക്കെ ഇട്ടുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് തിരുവനന്തപുരത്തിന് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ വെഞ്ഞാറമൂട് ഇറങ്ങുന്ന പിന്നെ അവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മൾ കഴക്കൂട്ടത്ത് വെച്ച പരിപാടി. അങ്ങനെ പോകാമെന്ന് വെച്ചു. ഞങ്ങളിപ്പോൾ പോകുന്ന വഴിക്ക് ജഡായിപ്പാറ ഉണ്ട് കേട്ടോ. ഈ ജഡായിപ്പാറയുടെ താഴെയാണ് നിധിക്കുട്ടിയുടെ അമ്മയുടെ വീട്. അപ്പം ഞങ്ങൾ അതുവഴി ഇങ്ങനെ പോയി അവിടെ ചെന്നിറങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ KSRTC കയറിയിട്ട് ഞങ്ങൾ കഴക്കൂട്ടത്തിറങ്ങി. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ബേക്കറി ഉണ്ട്. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ ഇങ്ങനെ നാരങ്ങകളും കോഫിയൊക്കെ കുടിച്ച സമയത്ത് അവിടുത്തെ കൊച്ചിട്ടൊക്കെ ഭയങ്കര പരിചയം. പുള്ളിക്കാരിക്ക് ഞങ്ങളെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങളെ കൊണ്ട് ഗൂഗിളിൽ കമൻ്റൊക്കെ ഇടിച്ചു, അവരുടെ റിവ്യൂ ഒക്കെ ഇടിച്ചു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞിറങ്ങി. 5 മണിക്ക് അവിടെ ചെല്ലണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് 5-5:30-6 മണിയായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഓട്ടോയിൽ പോകണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ ഗ്രീൻ പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേഡിയം അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചോദിച്ച് അവിടെ ചെന്നിട്ട് അവിടെ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് അവിടെ നിന്ന് ഞങ്ങളുടെ ബമ്പർച്ചിരി ടീം വിളിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ എവിടെ എത്തിയെന്നൊക്കെ ചോദിച്ച്. അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ ടീമിലുള്ള ആളുകളെയൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങളവിടെ ചെന്ന് എല്ലാവരോടും മിണ്ടിയും പറഞ്ഞൊക്കെ അകത്തേക്ക് കയറാറുണ്ട്. അപ്പോൾ ആളുകളൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങളകത്ത് കയറിയപ്പോഴത്തേക്കും നമ്മുടെ ടീംസിനെയൊക്കെ കണ്ട്. ഇത് ശില്പയാട്ടോ. അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കും പിന്നെ ഭയങ്കര ഒരു വൈബായിരുന്നു കേട്ടോ. അവിടെ ഡാൻസ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, വേറെ കുറച്ച് പാട്ടും, അങ്ങനെ പല എല്ലാവർക്കും ഒരു വൈബായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, ഞങ്ങളുടെ കൂടെയുള്ള വേറെ 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കോഴിക്കോട് നിന്ന് ദൃശ്യ ജോത്സനയൊക്കെ വരണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടിച്ച് പൊളിച്ച് അവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ഡാൻസൊക്കെ കണ്ടു. പിന്നെ കുറേ വ്ളോഗർമാരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, അവരെയൊക്കെ കണ്ടു. പിന്നെ കുറേ സെലിബ്രിറ്റീസ് വന്നു. അതിനിടയ്ക്കൊക്കെ ഞാൻ ഇതിൽ വ്ളോഗ് എടുക്കാൻ മറന്നുപോയി. വ്ളോഗല്ല, വീഡിയോ പിടിക്കാൻ മറന്നുപോയി. മഞ്ജു ചേച്ചി, സാബു ചേട്ടനെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരോടൊക്കെ ഓടിച്ചെന്ന് മിണ്ടി പറഞ്ഞെങ്കിലും അതൊന്നും ഞാൻ മൊബൈലിൽ പിടിക്കാൻ മറന്നുപോയി. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ ഫോട്ടോഗ്രാഫറുകാരെ തിരക്കായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് നേരം ഞങ്ങളങ്ങനെ നിന്നു. പിന്നെ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നൈസായിട്ട് ഞങ്ങൾ അത് കൊണ്ട് കൊടുത്തു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ ഒരു 3-4-5 കൗണ്ടർ ഉണ്ടായിരുന്നു അവിടെ. അപ്പം ഞങ്ങൾ റൈസ്, ചിക്കൻ, പിന്നെ നമ്മുടെ സാലഡ്സ് ഒക്കെ ആയിട്ട് കഴിച്ചു. വേറെ സൂപ്പും സലാഡ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് റൈസ് കഴിച്ചു. അപ്പം നമ്മുടെ ഒരു ടീം അവിടെ ഉണ്ട്, ബമ്പർച്ചിരി ടീമിൻ്റെ ആർട്ടുകാരും അല്ലാതെയുള്ളവരും പിന്നെ ക്യാമറാമാനും അങ്ങനെയുള്ളൊരു ഓരോരോ ടീമിലുള്ളവരവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതിനിടയ്ക്ക് എനിക്ക് ഈ വീഡിയോ എടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കഴിക്കുന്നു. അങ്ങനെയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് വർത്തമാനം വന്നപ്പോൾ നമ്മുടെ സജി ചേട്ടനെ കണ്ടു. സജി സബാൻ കണ്ടു. ഇങ്ങനെ എല്ലാവരുമായിട്ട് വിശേഷമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പുള്ളി എന്തൊക്കെയോ പറയുന്നുണ്ട്, എൻ്റെ കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട് അതിൽ വോയിസ് കിട്ടുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡെസേർട്ട് എടുക്കാൻ പോയി. അത് ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഗുലാബ് ജാമുൻ, ഫ്രൂട്ട് സലാഡ്, പിന്നെ ബ്രെഡിൻ്റെ ഐറ്റംസ് വരുന്നുണ്ട്, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് വന്നു. പിന്നെ അവിടെ ഇരുന്ന് ഈ മധുരം അങ്ങനെ അധികം എനിക്കിഷ്ടമല്ല, എന്നാലും ഞാൻ ഇതിൽ നിന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് എടുത്താൽ കേട്ടോ. അപ്പോൾ കൊണ്ടുവച്ചപ്പോൾ തന്നെ ആൻസി അതിൽ കൈയിട്ട് വാരി എടുക്കാൻ തുടങ്ങി. അങ്ങനെ അതെടുത്ത് വെറുതെ ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ചു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു ഫ്രൂട്ട്സിൽ. അതിൽ ഈ മധുരം നല്ലപോലെ ഉള്ളതുകൊണ്ട് ഷുഗറിൻ്റെ ഈ സിറപ്പൊക്കെ ഒഴിച്ചതുകൊണ്ട് കുറച്ച് ഇഷ്ടക്കുറവ് തോന്നി. പക്ഷെ കുഴപ്പമില്ല. അതടുത്തിരിക്കുന്ന എല്ലാവരും നോക്കരുത്, ഇവളെന്താ ഇടയ്ക്കിടയ്ക്ക് മൊബൈലിൽ പണിയുന്നു. അങ്ങനെ അതിൻ്റെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് സൊറ പറഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞു. അപ്പം നമ്മളവിടെ നിന്ന് കുറേ പേര് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി ആളുകളുണ്ടായിരുന്നു. നമ്മൾ എവിടേക്കോ കണ്ടിട്ടുള്ള ഈ യൂട്യൂബേഴ്സൊക്കെ എവിടേക്കോ കണ്ടിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവൾ എന്തോ കാണിക്കുന്ന രീതിയിൽ അടുത്തിരുന്ന് നോക്കി. ഇത് നമ്മുടെ വരുൺ കുറ്റാലം, ഞങ്ങളുടെ ക്യാമറാമാനാണ്, മഴയില്ല. അങ്ങനെ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴാണ് അറിഞ്ഞത് അപ്പുറത്ത് പാനിപ്പൂരി ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ പോയിട്ടൊരു പാനിപ്പൂരി മേടിച്ചു. അത് കഴിക്കണമല്ലോ എന്ന് വെച്ചിട്ട് ക്യൂ നിന്ന് അത് മേടിച്ചു. ഞാനും എൻ്റെ കൂടെയുള്ള 2-3 പിള്ളേരും ഉണ്ടായിരുന്നു കേട്ടോ, അവരും മേടിച്ചു. എനിക്ക് പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ്. ഇത് അധികം കഴിക്കുന്നതല്ല, 1-2 കഴിക്കണ ഇഷ്ടമാണ്. അപ്പോൾ അവരെൻ്റെ മസാല സാധനങ്ങളൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് തന്നു.
അതും ഞാൻ കൊണ്ടുവന്നിട്ട് 2-3 മേടിച്ചതാണ്. എല്ലാവരും അവിടെ ഇവിടെ എടുത്ത് അതിലൊരെണ്ണം എടുത്തിട്ട് അതും ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നൈസായിട്ട് പരിപാടി നടക്കുന്ന അവിടെ പോയി. ഇതാട്ടോ ഫ്രണ്ട് വശമൊക്കെ. അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ അവിടെ ചെണ്ടമേളവും ഡാൻസ് പരിപാടികളൊക്കെ തുടങ്ങി. അപ്പോഴത്തേക്ക് ഒരുമാതിരി വൈബ് ഇങ്ങനെ വരാൻ തുടങ്ങി. പിന്നെ കുറേ നേരം അവിടെ ഡാൻസിൻ്റെ ബഹളമായിരുന്നു. ഫ്രണ്ടിൽ നിന്ന് തുള്ളലായിരുന്നു ഞങ്ങൾ. ചെണ്ട അടിക്കുന്ന ടീം. അത് നല്ലപോലെ കാർത്തി ചെണ്ട പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം കാർത്തി നല്ലപോലെ ഉണ്ട്. കാർത്തിയുടെ കൂടെ തന്നെ വർഷം ഇങ്ങനെ വൈബ് ചെയ്ത് ചില്ല് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേനും ജോത്സനയൊക്കെ വന്നു കേട്ടോ. ജോത്സനയൊക്കെ വന്നിട്ടാണ് ആ സൈഡിൽ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് ജോത്സന. അങ്ങനെ ഞങ്ങളുടെ ഇപ്പുറ സൈഡിൽ ഞങ്ങളൊരു ബമ്പർച്ചിരി ടീമും അപ്പുറ സൈഡിൽ വേറെ കുറച്ച് ടീമുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടിച്ച് പൊളിച്ച് നല്ലൊരു വൈബിൽ ഡാൻസ് കളിക്കുമായിരുന്നു. അപ്പോൾ ഇത് ലൈവ് പോകുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ് മടുത്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ വന്നിരുന്നപ്പം വേറെ എന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ എടുത്തുകൊണ്ട് ന്യൂമാരൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. മസാല ചാറ്റോ അങ്ങനെ എന്തൊക്കെ. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കുറച്ച് കഴിച്ചു നോക്കി. പക്ഷേ എനിക്ക് ഐസ്ക്രീമൊക്കെ ആഡ് ചെയ്തിട്ടൊരു മസാലയൊക്കെ ആയിട്ടൊരു സാധനം, പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, ഇത്തിരി കഴിച്ചിട്ട് എന്തോ ഒരു ഇഷ്ടക്കേട് തോന്നുന്നു എനിക്ക്. പിന്നെ കഴിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നപ്പോഴത്തേന് അവിടെ DJ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കരമായിട്ട് കാർത്തിക് ഭയങ്കര മൂഡ് ഓൺ ആയിട്ട് എല്ലാവരും കൂടെ ഭയങ്കര ചില്ലായിട്ട് തുള്ളലോട് തുള്ളൽ. ഞാൻ കുറച്ച് നേരമൊക്കെ നിൽക്കും, പിന്നെ മാറും. ആൻസിയൊക്കെ ഇടയ്ക്ക് കാണാൻ കൂടിയില്ല. എല്ലാവരും കൂടെ കിടന്ന് വൈബ് ചെയ്തു ഭയങ്കര ഫുള്ളായിട്ട്. അവിടെ ആരൊക്കെ ഡാൻസ് കളിക്കുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല. അതുപോലെ എല്ലാവരും കയ്യിലും മൊബൈലുണ്ട്. വ്ളോഗേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്ളോഗ് എടുക്കുന്നു. പിന്നെ എല്ലാവരും കൂടെ അവിടെ ഇവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നു. ഭയങ്കര വൈബിൽ ഇങ്ങനെ തുള്ളി അങ്ങനെ നിൽക്കുമായിരുന്നു. അതിനിടയ്ക്ക് കാർത്തിയുടെ ലൈവ് പോകുന്നുണ്ടായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. എന്നോട് കുറച്ച് ഫ്രണ്ട്സൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് നീ ലൈവിൽ കിടന്ന് തുള്ളുന്നത് ഞങ്ങൾ കണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ലൈവ് ഷോസും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചില്ലായിട്ട് അവിടെ അടിപൊളിയായിട്ട് നിൽക്കുമായിരുന്നു. അപ്പം സമയം ഒത്തിരി എന്ന് വെച്ചാൽ കുറച്ച് ഏറെ സമയമായിട്ടോ. 10-10:30 കഴിയാറായെന്ന് തോന്നുന്നു. 10:30 കഴിഞ്ഞു. അപ്പം മുതൽ അത് ഇതിൻ്റെ ലൈവ് ക്ലോസ് ചെയ്യുന്ന പരിപാടിയാണ് കാണുന്നത്. കാർത്തി ഭയങ്കര എനർജിയിൽ ഭയങ്കര ഒച്ചയിലൊക്കെയാണ് അത് ക്ലോസ് ചെയ്ത് ഭയങ്കരമായിട്ട് നിന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും, ഇത് കാർത്തിയുടെ അച്ഛനാട്ടോ. അങ്ങനെ അവിടേക്ക് നിന്ന് കഴിഞ്ഞിട്ട് നൈസായിട്ട് കാർത്തിയുടെ അമ്മയെ കണ്ടു. അപ്പോൾ അമ്മയായിട്ട് ചിരിച്ചു വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പതിയെ ഇറങ്ങാൻ തുടങ്ങി. അപ്പം നൈറ്റ് ഒരു 12:30 ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണമെങ്കിൽ നൈറ്റ് തന്നെ ഇറങ്ങാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ആ കാണുന്ന ആട്ടോ വലിയ സ്റ്റേഡിയമാണേ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പതിയെ ഇറങ്ങി പോരുന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ അതുവഴി നടന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരുന്നു. പക്ഷെ എന്നാ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെറിയ ചായയൊക്കെ കുടിച്ചിങ്ങനെ അവിടെ നിന്നു. കാരണം 12:30 ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. അത് ഫുള്ള് തിരക്ക്. അപ്പോൾ അതിൽ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മനഃപൂർവ്വം ഒരു 3 മണിക്ക് പോകണമെങ്കിൽ എനിക്ക് രാവിലെ ആകുമ്പോഴത്തേക്ക് എറണാകുളം എത്താമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കയറി. ഒരു 3 മണിയായപ്പോഴത്തേക്കും ട്രെയിനിൽ കയറിയിട്ട് ഇതിപ്പം നമ്മുടെ നോർത്തിൽ വന്നു കേട്ടോ. നോർത്തിൽ വന്നിട്ട് നമ്മളവിടെ നിന്നൊക്കെ വന്ന് മെട്രോയിലൊക്കെ കയറി നൈസായിട്ട് ഞാൻ വൈറ്റിലേ വന്ന് നേരം വെളുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് ഒരു 8 മണി 8:30 ആയതേ ഉള്ളൂ. വൈറ്റിലേ വന്നിട്ട് മെട്രോയിലൊക്കെ പോയി ഒന്ന് ഫ്രഷായിട്ട് അവിടുന്ന് പിന്നെ എനിക്കപ്പോൾ തന്നെ അവിടെ നിന്ന് കൂത്താട്ടുകുളം ബസ് കിട്ടി. അങ്ങനെ ഞാൻ ബസ്സിൽ ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന് ഉറക്കം. എനിക്ക് നല്ല ഉറക്കം വരുന്നു. ട്രെയിനിൽ ഇരുന്ന് ഉറങ്ങാനൊന്നും പറ്റിയില്ല. അപ്പോൾ അത് കാരണം ഞാൻ ട്രെയിനിലിരുന്ന് ഭയങ്കരമായിട്ടും ഉറങ്ങാത്തത് കാരണം ബസ്സിലിരുന്ന് ഭയങ്കരമായിട്ടും ഉറങ്ങുമായിരുന്നു. അങ്ങനെ ഉറങ്ങി തിരിച്ച് ഞങ്ങളുടെ നാട്ടിൽ വന്നിറങ്ങി. അങ്ങനെ ഭയങ്കരമായിട്ട് ഇനി ചെന്നിരുന്ന് ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം. അങ്ങനെ കാർത്തിയുടെ കല്യാണ പരിപാടിയൊക്കെ കഴിഞ്ഞു, റിസപ്ഷനൊക്കെ കഴിഞ്ഞു, അടിച്ചു പൊളിച്ചു റിട്ടേൺ വന്നിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ ടാറ്റാ.